ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡ് 7th ചാപ്റ്ററായ അതിഥി ദേവോ ഭവ എന്ന ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷനാണ്. നമുക്ക് നോക്കിയാലോ. പാഠസ്യ ആധാരേണ അധോലിഖിതാനാം പ്രശ്നാനാം ഉത്തരാണി ഏകപദേന ലിഖന്തു. അതായത് പാഠത്തെ ബേസ് ചെയ്ത് താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായി 1 വേർഡിൽ ആൻസർ എഴുതുക. ഓക്കെ. രാധിക കഥം ചലതി സ്മ. രാധിക എങ്ങനെയാണ് നടക്കുന്നത്? കൂതമാന ചാടിച്ചാടിക്കൊണ്ട്. ഗൃഹേ കതി അതിഥയഃ സന്തി. വീട്ടില് എത്ര അതിഥികളാണുള്ളത്? 5. 5. കാം ദൃഷ്ട്വാ ശാവകാഃ ഭീതാഃ ന ഭവന്തി. ആരെ കണ്ടിട്ടാണ് പൂച്ചക്കുഞ്ഞുങ്ങൾ പേടിക്കാണ്ടിരിക്കുന്നത്? രാധികാം, അതായത് രാധികയെ. മർജര്യാഃ കതി ശാവകാഃ. പൂച്ചയ്ക്ക് എത്ര കുട്ടികളാണുള്ളത്? 4. 4. രാധിക മർജരിയെ കിം ദദാതി. രാധിക പൂച്ചകൾക്ക് എന്താണ് നൽകുന്നത്? എന്താ നൽകിയത്? ക്ഷീരം, അതായത് പാല്. ചിത്രവർണ്ണഃ കഃ അസ്തി. കളർഫുൾ ആയിട്ടുള്ളത് ആരാണ്? ശബലഃ, ശബലൻ. അടുത്ത നോക്കാം. പാഠസ്യ ആധാരേണ അധോലിഖിതാനാം പ്രശ്നാനാം ഉത്തരാണി പൂർണ്ണവാക്യേന ലിഖന്തു. പാഠത്തെ ബേസ് ചെയ്ത് താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായി കംപ്ലീറ്റ് സെൻറ്റൻസിൽ ആൻസർ എഴുതുക. ഓക്കെ. മാർജരി ശാവകാനാം നാമാനി കാനി. പൂച്ചക്കുഞ്ഞുങ്ങളുടെ പേര് എന്തൊക്കെയാണ്? മാർജരി ശാവകാനാം നാമാനി തൻവി, മൃദ്വി, ശബലഃ, ഭീമഃ ച ഇതി സന്തി. പൂച്ചക്കുഞ്ഞുങ്ങളുടെ പേര് തൻവി, മൃദ്വി, ശബല, ഭീമ എന്നിങ്ങനെയാണ്. രാധിക മാർജരി ശാവകാൻ കിം പാഠയതി. രാധിക പൂച്ചക്കുഞ്ഞുങ്ങളെ എന്താണ് പഠിപ്പിക്കുന്നത്? എന്താണ് പഠിപ്പിച്ചത്? രാധിക മാർജരി ശാവകാൻ അതിഥി ദേവോ ഭവ പാഠയതി. രാധിക പൂച്ചക്കുഞ്ഞുങ്ങളെ അതിഥി ദേവോ ഭവ എന്നതാണ് പഠിപ്പിക്കുന്നത്. വിശിഷ്ടാഃ അതിഥയഃ കെ. വിശിഷ്ട അതിഥികൾ ആരൊക്കെയാണ്? മാർജരി 4. ശാവകാഃ ച വിശിഷ്ടാഃ അതിഥയഃ സന്തി. പൂച്ചയും പൂച്ചയുടെ 4 കുഞ്ഞുങ്ങളുമാണ് സ്പെഷ്യൽ ഗസ്റ്റ്. പിതാമഹി രാധികാം കിം വദതി. മുത്തശ്ശി രാധികയോട് എന്താണ് പറഞ്ഞത്? പിതാമഹി രാധികാം വദതി. മുത്തശ്ശി രാധികയോട് പറഞ്ഞത് അതിഥയഃ കഥാ ആഗച്ഛന്തി ഇതി ന ജാനിമഃ. അതിഥികൾ എപ്പോഴാണ് ഇവിടെ വന്നതെന്ന് അറിയില്ല. കിന്തു യഥാ തേ അത്ര ആഗച്ഛന്തി തഥാ തേഷാം ഏതാദൃശി സേവാ കരണീയ. എന്നാൽ അവരിവിടെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും അവർക്കായി ചെയ്യണം, അവർക്ക് സേവ ചെയ്യണം. അടുത്ത ചോദ്യം നോക്കാം. മാർജരി കഥാ രാധികായാം പൃഷ്ഠതഃ ആഗച്ഛതി. പൂച്ച എപ്പോഴാണ് രാധികയുടെ പിന്നാലെ വന്നത്? യഥാ ശാവകാനാം സമീപം രാധിക ഗച്ഛതി മാർജരി മന്ദം മന്ദ പൃഷ്ഠതഃ ആഗച്ഛതി. എപ്പോഴാണോ പൂച്ചക്കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് രാധിക പോയത് അപ്പോഴാണ് പൂച്ച പിന്നാലെ വന്നത്. മാർജര്യാഃ ശാവകാഃ കീദൃശാഃ സന്തി. മാർജരിയുടെ, അതായത് പൂച്ചയുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണുള്ളത്? തൻവി ആകൃത്യാ സുന്ദരി. തൻവി ആകട്ടെ ഷേപ്പിൽ വളരെ സുന്ദരിയാണ്. മൃദ്വി സ്പർശേന അതീവ കോമല. മൃദ്വി സ്പർശിക്കുമ്പോൾ തന്നെ അതീവ സോഫ്റ്റാണ്. ശബലഃ ചിത്രവർണ്ണഃ. ശബലൻ കളർഫുള്ളാണ്, പല നിറങ്ങളോട് ചേർന്നതാണ്. തഥാ ച ഭീമഃ കിഞ്ചിത് സ്ഥൂലഃ. അതുപോലെ ഭീമൻ എന്ന് പറയുന്നത് കുറച്ച്
തടിച്ചിട്ടാണ്. അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിതാനാം വാക്യാനാം പ്രശ്നസൂചക വാക്യാനി ലിഖന്തു. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസിന് ചോദ്യരൂപത്തിൽ സെൻറ്റൻസ് എഴുതുക. ലേഖനി അത്ര അസ്തി. പേന ഇവിടെയുണ്ട്. അപ്പം എന്തുവരും ചോദ്യം? ലേഖനി കുത്ര അസ്തി. പേന എവിടെയാണുള്ളത്? വൃക്ഷഃ തത്ര അസ്തി. മരം അവിടെയുണ്ട്. അപ്പോൾ എവിടെയുണ്ടെന്നാണ് പറയേണ്ടത് അല്ലേ? അപ്പം എന്തെഴുതും? വൃക്ഷഃ കുത്ര അസ്തി. മരം എവിടെയാണുള്ളത്? ദേവാലയഃ അന്യത്ര അസ്തി. ദേവാലയം മറ്റെവിടെയോ ഉണ്ട്, മറ്റൊരിടത്തുണ്ട്. അപ്പോൾ എന്താ ചോദ്യം വരിക? ദേവാലയഃ കുത്ര അസ്തി. ദേവാലയം അതായത് അമ്പലം എവിടെയാണുള്ളത്? വായുഃ സർവത്ര അസ്തി. വായു എല്ലായിടത്തും ഉണ്ട്. അപ്പം എന്താ ചോദ്യം വരിക? വായുഃ കുത്ര അസ്തി. വായു എവിടെയാണുള്ളത്? ബാലകാഃ ഏകത്ര തിഷ്ഠന്തി. കുട്ടികൾ ഒരിടത്തേക്ക് ഇരിക്കുന്നു. എവിടെയാണ് ഇരിക്കണത് എന്നാണ് ചോദ്യം വരേണ്ടത്. അപ്പം ബാലകാഃ കുത്ര തിഷ്ഠന്തി. കുട്ടികൾ എവിടെയാണ് ഇരിക്കണത്? മാതാ അത്ര അസ്തി. അമ്മ ഇവിടെയുണ്ട്. അപ്പം എന്താ ചോദ്യം വരണ്ടേ? മാതാ കുത്ര അസ്തി. അമ്മ എവിടെയാണുള്ളത്? അടുത്ത ചോദ്യം നോക്കാം. ഉത്പീഠികായാം കിം അസ്തി. ടേബിളിൽ എന്താണുള്ളത്? കിം നാസ്തി. എന്തൊക്കെയാണ് ഇല്ലാത്തത്? ഇത് ചിത്രം ദൃഷ്ട്വാ ലിഖന്തു. ഇത് ചിത്രം നോക്കി എഴുതുക. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഉത്പീഠികായാം പുസ്തകം അസ്തി. ടേബിളിൽ പുസ്തകം ഉണ്ട്. ഉത്പീഠികായാം ഘടി നാസ്തി. ടേബിളിൽ ക്ലോക്ക് ഇല്ല, അല്ലെങ്കിൽ വാച്ച് ഇല്ല എന്ന് പറയാം. അടുത്ത എന്താണ്? ലേഖനിയാണ് കൊടുത്തേക്കുന്നത് അല്ലേ? ഇവിടെ പേനയുണ്ടോ? ഇല്ല. അപ്പോൾ എന്തെഴുതും? ഉത്പീഠികായാം ലേഖനി നാസ്തി. ചഷക്കുണ്ടോ? അതായത് കണ്ണടയുണ്ടോ? ഇല്ല. ഉത്പീഠികായാം ചഷകഃ നാസ്തി. കൂപ്പി. കൂപ്പി എന്ന് വെച്ചാൽ ബോട്ടിലാണ്. ഒരു ബോട്ടിൽ ഉണ്ട് അല്ലേ? അപ്പോൾ എന്തെഴുതും? ഉത്പീഠികായാം കൂപ്പി അസ്തി. സ്യൂതഃ. ഒരു ബാഗും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെഴുതും? ഉത്പീഠികായാം സ്യൂതഃ അസ്തി. സങ്കണകം കമ്പ്യൂട്ടർ. ഉത്പീഠികായാം സങ്കണകം അസ്തി. വൃക്ഷഃ. മരമുണ്ടോ ഇവിടെ? ഇല്ല. ഫലമുണ്ടോ ഇവിടെ? ഇല്ല. എഴുതും ഉത്പീഠികായാം വൃക്ഷഃ നാസ്തി. ഫ്രൂട്ടും ഇല്ല. എഴുതും ഉത്പീഠികായാം ഫലം നാസ്തി. കന്ദുകഃ. ടേബിളിലൊരു ബോൾ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ? അപ്പം എന്തെഴുതും? ഉത്പീഠികായാം കന്ദുകഃ അസ്തി. ഓക്കെ, ഇത് ചോദ്യം നോക്കാം. രേഖാചിത്രം ദൃഷ്ട്വാ ഉദാഹരണാനുസാരം വാക്യാനി ലിഖന്തു. തന്നിരിക്കുന്ന രേഖാചിത്രം നോക്കിയിട്ട് ഉദാഹരണം തന്നതനുസരിച്ച് സെൻറ്റൻസ് എഴുതുക. ആദ്യം തന്നെ അർത്ഥം ഒന്ന് പറയാം. അത്ര എന്ന് പറയുന്നത് ഇവിടെ, തത്ര അവിടെ, സർവത്ര എല്ലായിടത്തും, കുത്ര എവിടെ, ഏകത്ര ഒരിടത്ത്. ഓക്കെ, ഇതിനകത്ത് തന്നിരിക്കുന്ന എല്ലാ വേർഡ്സും ഉപയോഗിച്ച് ചോദ്യം ഉണ്ടാക്കണം. അതുപോലെ ആൻസറും എഴുതണം. അത്രന് താഴെ എഴുതിയിരിക്കുന്നത് തന്നെയാണ് ആൻസറായിട്ട് വരുന്നത്. തത്രന് താഴെ എഴുതിയിരിക്കുന്നതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞുതരാം. മാർജരഃ കുത്ര അസ്തി. പൂച്ച എവിടെയാണുള്ളത്? അത്രൻ്റെ താഴെയല്ലേ ഈ പൂച്ചയുടെ കാര്യം പറഞ്ഞേക്കുന്നത്? അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ആൻസർ. മാർജരഃ അത്ര അസ്തി. പൂച്ച ഇവിടെയാണുള്ളത്. സേവകഃ കുത്ര അസ്തി. സേവകൻ എവിടെയാണുള്ളത്? സേവക് എന്ന് പറയുന്നത് തത്രേൻ്റെ താഴെയല്ലേ? അപ്പോൾ അത് തന്നെയാണ് ആൻസർ വരുന്നത്. സേവകഃ തത്ര അസ്തി. സേവകൻ അവിടെയാണുള്ളത്. ഓക്കെ, അങ്ങനെ ഇതിനകത്ത് തന്നിരിക്കുന്ന ഓരോ വേർഡ്സ് ഉപയോഗിച്ച് ചോദ്യം ഉണ്ടാക്കണം. അതുപോലെ ആൻസറും എഴുതണം.
അടുത്ത ചോദ്യം നോക്കാം. ഭോജനശാലായാം കിം കിം അസ്തി? അതായത് കിച്ചണിൽ എന്തൊക്കെയാണുള്ളത്? ഇതി പഞ്ചഭിഹി വാക്യൈഹി ലിഖന്തു. ഇത് 5 സെൻറ്റൻസിൽ എഴുതണം. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അതനുസരിച്ച് എഴുതിയാൽ മതി. ഓക്കെ. ഭോജനശാലായാം പാചകഃ അസ്തി. കിച്ചണിൽ ഷെഫുണ്ട്. അടുത്തത് പാത്രമാണ്, അതായത് വെസൽസ്. അപ്പോൾ എന്തെഴുതും? ഭോജനശാലായാം പാത്രം അസ്തി. തണ്ടുലാഹ, അതായത് ചോറ്. ഭോജനശാലായാം തണ്ടുലാഹ സന്തി. ശാകാനി, അതായത് വെജിറ്റബിൾസ്. ഭോജനശാലായാം ശാകാനി സന്തി. അഗ്നിഹി, അതായത് തീ. ഭോജനശാലായാം അഗ്നിഹി അസ്തി. ഇനി ജലം, വെള്ളം ഉണ്ടല്ലോ. അപ്പം എന്തെഴുതും? ഭോജനശാലായാം ജലം അസ്തി. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിതേഭ്യഃ വാക്യേഭ്യഃ അവ്യയപദാനി ചിത്വാ ലിഖന്തു. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ അവ്യയപദം കണ്ടെത്തി എഴുതുക. ഈ ബ്ലാങ്ക്സിനകത്താണ് അവ്യയപദം എഴുതി ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ. ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് അവ്യയപദം. അമിതഃ ഗൃഹാത് ബഹിഃ ഗച്ഛതി. അമിത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഏകഃ വാനരഃ വൃക്ഷസ്യ ഉപരി തിഷ്ഠതി. ഒരു കുരങ്ങൻ മരത്തിന് മുകളിൽ ഇരിക്കുന്നു. മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നു. സഹ ഫലാനി അധഃ ക്ഷിപതി. അവൻ പഴങ്ങൾ താഴേക്കെറിയുന്നു. തത്ര ഏകഃ ബിഡാലഃ അസ്തി. അവിടെ ഒരു പൂച്ചയുണ്ട്. ബിഡാലഃ ഗൃഹസ്യ അന്തഃ പ്രവിശതി. പൂച്ച വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഉദാഹരണാനുസാരം കഃ കുത്ര അസ്തി കുത്ര നാസ്തി ഇതി ലിഖന്തു. ഉദാഹരണം തന്നതനുസരിച്ച് ആരെവിടെയാണ്, എവിടെയാണ് അല്ലാത്തത് എന്നത് എടുത്തെഴുതുക. ഓക്കെ. സിംഹഃ വനേ കാര്യാലയെ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സിംഹഃ വനേ അസ്തി. സിംഹം വനത്തിലുണ്ട്. കാര്യാലയെ നാസ്തി. ഓഫീസിലില്ല. ഛാത്രഃ ആകാശേ വിദ്യാലയെ. ഛാത്രഃ ആകാശേ നാസ്തി. കുട്ടികൾ ആകാശത്തില്ല. ഛാത്രഃ വിദ്യാലയെ അസ്തി. കുട്ടികൾ സ്കൂളിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഉദാഹരണം കണ്ടോ? ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, 2 രീതിയിലും കൊടുത്തിട്ടുണ്ട്. ഒരു സെൻറ്റൻസിനകത്ത് അവർ സിംഹഃ വനേ അസ്തി കാര്യാലയെ നാസ്തി എന്ന് കൊടുത്തിട്ടുണ്ട്. സിംഹം കാട്ടിലുണ്ട്, ഓഫീസിലില്ല. രണ്ടാമത്തെ എക്സാമ്പിളിനകത്ത് മൊത്തത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഛാത്രഃ ആകാശേ നാസ്തി ഛാത്രഃ വിദ്യാലയെ അസ്തി. കുട്ടികൾ ആകാശത്ത് ഇല്ല, കുട്ടികൾ സ്കൂളിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിൽ എഴുതാം. ഓക്കെ. നോക്കാം. മത്സ്യഃ സമുദ്രേ വൃക്ഷേ. മത്സ്യഃ സമുദ്രേ അസ്തി. മത്സ്യം സമുദ്രത്തിലുണ്ട്. വൃക്ഷേ നാസ്തി, അതായത് മരത്തിലില്ല. മധുരത ലഡ്ഡുകേ കഷായേ. മധുരത ലഡ്ഡുകേ അസ്തി. മധുരത കഷായേ നാസ്തി. മധുരം ലഡ്ഡുവിലുണ്ട്, മധുരം കഷായത്തിലില്ല. അതായത് ലഡ്ഡുവിൽ മധുരമുണ്ട്, കഷായത്തിൽ മധുരം ഇല്ല. ഓക്കെ. അടുത്ത നോക്കാം. ഉഷ്ണത സൂര്യേ ചന്ദ്രേ. ഉഷ്ണത സൂര്യേ അസ്തി. ഉഷ്ണത ചന്ദ്രേ നാസ്തി. ചൂട് സൂര്യനിലുണ്ട്, ചൂട് ചന്ദ്രനിലില്ല. വാനരഃ നദ്യാം വൃക്ഷേ. വാനരഃ നദ്യാം നാസ്തി. കുരങ്ങൻ നദിയിലില്ല. വൃക്ഷേ അസ്തി, മരത്തിലുണ്ട്. നൗക ജലേ പർവ്വതേ. നൗക ജലേ അസ്തി. തോണി വെള്ളത്തിലുണ്ട്. പർവ്വതേ നാസ്തി, പർവ്വതത്തിലില്ല. അജ്ഞാനം പണ്ഡിതേ മൂർഖേ. അജ്ഞാനം പണ്ഡിതേ നാസ്തി മൂർഖേ അസ്തി. അജ്ഞത പണ്ഡിതനിലില്ല, വിഡ്ഢിയിലുണ്ട്. ചന്ദ്രഃ അമാവാസ്യാം പൂർണിമായാം.
ചന്ദ്രഃ അമാവാസ്യാം നാസ്തി പൂർണിമായാം അസ്തി. ചന്ദ്രൻ അമാവാസിയിലില്ല, പൗർണമിയിലുണ്ട്. അവകാശഃ സോമവാസരേ രവിവാസരേ. അവകാശഃ സോമവാസരേ നാസ്തി രവിവാസരേ അസ്തി. തിങ്കളാഴ്ച അവധിയില്ല, ഞായറാഴ്ചയുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു, എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.